ഒരുപക്ഷെ പൂജാരിക്ക് അഥവാ പുരോഹിതന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് മാനസികമായി ബാധിക്കാത്ത ആളുകളായിരിക്കണം. ഈ മാനസിക ദാരിദ്ര്യവും ബാഹ്യ ദാരിദ്ര്യവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ചിലർക്ക് ഒന്നും കാണുകയില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ കാണുകയുള്ളൂ, പക്ഷേ അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള വലിയൊരു മനസ്സ് ചെയ്യുകയും ചെയ്യും. അവർ മാനസിക ദാരിദ്ര്യമില്ലാത്തവരാണ്, മാനസിക സമ്പന്നരാണ്, മാനസിക സമ്പന്നതയുള്ളവരാണ്. ചിലർക്ക് എത്രയുണ്ടായാലും ദാരിദ്ര്യം പറയുകയും ആർക്കും കൊടുക്കാതിരിക്കുകയും പരമാവധി വീണ്ടും വീണ്ടും ആർജിക്കാനുള്ള ശ്രമവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആർജിക്കുന്നത് നല്ലതാണെങ്കിലും കൊടുക്കാനുള്ള ബുദ്ധി തീരെ കാണുകയില്ല. ഇങ്ങനെയുള്ള ഒരാളായിരിക്കരുത് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പൂജാരി. അവിടെ പൂജാരിയും ആർക്കാണോ ഇതിൻ്റെ ഗുണം വേണ്ടത് അവരും ഒരേ മനസ്സോടുകൂടിയായിരിക്കണം ഇരിക്കേണ്ടത്. നമ്മൾക്ക് വളരെ മാനസികമായി ചേരുന്ന ഒരു പൂജാരി ആയിരിക്കണം. സാത്വികരായിരിക്കുന്ന പൂജാരിമാരെ തന്നെ വിളിക്കണം. രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളും ഉണ്ട് പൂജാരിമാരിൽ തന്നെ. എല്ലാവരും അങ്ങ് സാത്വികരൊന്നുമല്ല. നടപ്പ് കാണുമ്പോൾ നമുക്കറിയാം, ശബ്ദം, നടപ്പ്, ചിരിയുടെ ആ ഒലി, ശബ്ദം മാറ്റൊലി ഉണ്ടല്ലോ, ആ അവതാളത്തിലാണോ ചിരിച്ച്, അല്ല നല്ല രീതിയിലാണോ, സ്വരശുദ്ധി ഉണ്ടോ, കാരണം മന്ത്രജപം വന്ന് സ്വരശുദ്ധി ഉള്ളവരായിരിക്കണം. ഈ ഹാ ഹേ ഹോ ഹൂ പ്രയോഗങ്ങളൊക്കെ കൃത്യമായി വരുന്നവരാണ് തൊണ്ടയിൽ. അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കണം. അത്ര ശ്രദ്ധിച്ച് വേണം അതിന് നമ്മളൊരു പൂജാരിയെ തിരഞ്ഞെടുക്കാൻ. എപ്പോഴും വളരെ സന്തോഷവാനായിരിക്കുന്ന ആളായിരിക്കണം. ചിരിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല, പ്രസന്നത കൈവരിച്ചവനായിരിക്കണം. അത് ആന്തരികമായ വികാസത്താൽ. പിന്നെ ഒരു കുബേര മനസ്സും വേണം, ഉണ്ടാകുന്നത് മാത്രമല്ല കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ്. ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരാളിനെ കണ്ടെത്തിക്കൊണ്ട് വേണം. പിന്നെ അവരവരുടെ മനസ്സിലിണങ്ങുന്നവരായിരിക്കണം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.